13ാമത്തെ ചാപ്റ്ററിൽ എത്തിയിരിക്കുകയാണ്. 7th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ നെയിം പെർസെൻറ്റേജ്, ശതമാനം എന്നുള്ളതാണ്. നമ്മൾ 6th സ്റ്റാൻഡേർഡിൽ പഠിച്ചത് തന്നെയാണ്. അതിൻ്റെ കുറച്ച് ചെറിയൊരു കണ്ടിന്യൂവേഷൻ എന്ന് പറയാൻ പറ്റില്ല, 6th സ്റ്റാൻഡേർഡിൽ തന്നെയാണെന്ന് പറയാം, കാരണം ഇത് പുതിയ ടെക്സ്റ്റ് ബുക്കല്ലേ. അപ്പം നമ്മൾ പഠിച്ചത് തന്നെയാണ്, ഒന്ന് റിവൈസ് ചെയ്യാമെന്ന് വേണം പറയാം കേട്ടോ. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലോട്ട് വേഗം തന്നെ പോയേക്കാം. ചോദ്യം നമ്പർ 1 ഇതാണ്, പേജ് നമ്പർ 183. ആൻ ഇലക്ട്രോണിക് manufacturer sells some of their older model at reduced prices as shown in the table. ഒരു മാനുഫാക്ചറർ എന്ത് ചെയ്തായിട്ട് പഴയ സ്റ്റോക്കിലിരുന്ന കുറേ സാധനങ്ങൾ കുറച്ച് വില കുറച്ച് വിൽക്കാൻ തീരുമാനിക്കുന്നു. ലാപ്ടോപ്പാണ് ആദ്യത്തെ ഡിവൈസ്. ഒറിജിനൽ പ്രൈസ് 65,000 ആണ്. റിഡക്ഷൻ പ്രൈസ് എന്ന് പറയുന്നത് 10%, എന്ന് വെച്ചാൽ 65,000-ൻ്റെ 10% കുറച്ച് വിൽക്കുന്നു. മൊബൈൽ ഫോൺ ആണെങ്കിൽ 25,000 ആണ്, 20% റിഡക്ഷൻ. സ്മാർട്ട് വാച്ച് 12,000 ആണ്, 30% റിഡക്ഷൻ. കമ്പ്യൂട്ട് ദ കറണ്ട് പ്രൈസ് ഓഫ് ഈച്ച്, ഓരോന്നിൻ്റെയും കറണ്ട് പ്രൈസ് നമുക്ക് കണ്ടുപിടിക്കണം. ന്യൂ പ്രൈസ് ഓഫ് ലാപ്ടോപ്പ് എന്ന് പറയുന്നത്, ലാപ്ടോപ്പിൻ്റെ ആക്ച്വൽ പ്രൈസ് 65,000 ആയിരുന്നു. അത് 10% റിഡക്ഷൻ, അപ്പം 100-ൽ നിന്നും 10 കുറച്ച് എത്ര, 90%. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി, 10% റിഡക്ഷനിൽ വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ 65,000-ന് 90% കണ്ടുപിടിച്ചാൽ മതിയോ. അപ്പം 2 കട്ട് ചെയ്തു, 0 കട്ട് ചെയ്താൽ ബാക്കി 6,500 × 9. നമ്മൾ ഓൾറെഡി പഠിച്ചതുകൊണ്ടാണ് കേട്ടോ ടീച്ചർ വളരെ ഷോർട്ടായിട്ട് പെട്ടെന്ന് ചെറിയ സ്റ്റെപ്പുകളിൽ പറഞ്ഞു പോകുന്നത്. 58,500 രൂപയാണ് പുതിയ പ്രൈസ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മൊബൈൽ ഫോണിൻ്റെ പ്രൈസ്, ന്യൂ പ്രൈസ് ഓഫ് മൊബൈൽ ഫോൺ. ന്യൂ പ്രൈസ് ഓഫ് മൊബൈൽ ഫോൺ ഇസ് ഈക്വൽ ടു, മൊബൈൽ ഫോണിൻ്റെ യഥാർത്ഥ വില 25,000 രൂപയായിരുന്നു. അത് എത്ര ശതമാനം കുറച്ചാണ് കൊടുക്കുന്നത്, 20%. അപ്പം 100 - 20 എന്ന് വെച്ചാൽ 80 വരും. അതിൻ്റെ 25,000-ൻ്റെ 80% കണ്ടുപിടിച്ചാൽ മതിയാവും. സോ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇത് കട്ടായി ബാക്കി 2,500 × 8 വരും. 2,500 × 8, 25 × 8 എന്ന് പറയുമ്പോൾ 25,400. സോ 20,000 രൂപയ്ക്കാണ് എന്ത് പുതിയ മൊബൈൽ ഫോണിൻ്റെ വില എന്ന് പറയുന്നത്. 25,000-ൻ്റെ മൊബൈൽ ഫോണ് 20% ഡിസ്കൗണ്ടിൽ വിൽക്കുമ്പോൾ 20,000 രൂപയ്ക്കാണ് നമ്മളത് വിൽക്കുന്നത്. ന്യൂ പ്രൈസ് ഓഫ് സ്മാർട്ട് വാച്ച് എന്ന് പറയുന്നത്, സ്മാർട്ട് വാച്ചിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 12,000 രൂപയാണ്. അത് എത്ര ശതമാനം ഡിസ്കൗണ്ടിലാണ് വിൽക്കുന്നത്, 30%. അപ്പം നമ്മൾ എന്ത് എഴുതിയാൽ മതി, 70, അതിൻ്റെ 12,000-ൻ്റെ 70% വിലയാണ് പുതിയ വില. അപ്പോൾ ഈ 0 കട്ടായി ദാറ്റ് ഈസ് 1200 × 7, ദാറ്റ് ഈസ് ഈക്വൽ ടു 8,400. 8,400 റുപ്പീസിനാണ് സ്മാർട്ട് വാച്ച് ഇപ്പോൾ വിൽക്കുന്നത്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കച്ചവടക്കാരൻ ഓരോ മാസവും അയാൾക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ 2% ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കുന്നു. 25,000 രൂപ ലാഭം കിട്ടിയ ഒരു മാസം അയാൾ എത്ര രൂപയാണ് ഇങ്ങനെ സംഭാവന കൊടുക്കുന്നത്. എത്ര രൂപ കിട്ടിയാലും അതിൻ്റെ 2% അയാൾ ഇവിടെ കൊടുക്കുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ 25,000-ൻ്റെ 2% എത്രയാണോ ആ രൂപയാണ് അയാൾ സംഭാവനയായിട്ട് കൊടുക്കുന്നത്. നോക്കാം 2% എത്രയാണെന്ന്. അയാൾക്ക് കിട്ടിയ ലാഭത്തിൻ്റെ 2% അയാൾ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കുന്നത്. ഡൊണേറ്റ് ടു ചാരിറ്റി എന്ന് പറയുന്നത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 25,000 രൂപയാണ് പുള്ളിക്കാരൻ്റെ പ്രോഫിറ്റ്. അതിൻ്റെ 2%, ദാറ്റ് ഈസ് 2/100. ഇവിടെ മൈനസ് ചെയ്ത് ഡിസ്കൗണ്ട് ഒന്നും അല്ല കേട്ടോ, ഇത് മൈനസ് ഒന്നും ചെയ്യരുത്, ജസ്റ്റ് അതിൻ്റെ 2% എത്രയാണെന്ന് കണ്ടെത്തിയാൽ മതിയാവും. എത്രയാണ്, 250 × 2, അതായത് 25 2 50 എന്തുകൊണ്ട് വരും, ഒരു 0 കൂടെ വരും കേട്ടോ. അപ്പോൾ 25,000-ൻ്റെ ആ ലാഭത്തിൻ്റെ 2% എന്ന് പറയുന്നത് 25,000-ന് 2% 500 രൂപ ഇവിടേക്ക് കൊടുക്കുന്നു, ചാരിറ്റിക്ക് വേണ്ടി അയാൾ കൊടുക്കുന്നു. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർ 5% വരുമാന നികുതി അടയ്ക്കണം. 3.5 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ഒരാൾ എത്ര രൂപ നികുതി അടയ്ക്കണം. അടുത്തൊരു ചോദ്യം കൂടെ വായിച്ചേക്കാം. 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർ
5 ലക്ഷത്തിൻ്റെ 5% മിച്ചമുള്ള തുകയ്ക്ക് 20% നികുതി അടയ്ക്കണം. 7 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ഒരാൾ എത്ര രൂപ നികുതി അടയ്ക്കണം? പറഞ്ഞിരിക്കുന്നത് 2 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള വരുമാനമുള്ളവർ എത്ര ശതമാനം അടയ്ക്കണം? 5%. അപ്പം 3.5 ലക്ഷം രൂപ ഇൻകം ഉള്ള ഒരാൾ, ഇൻകം എന്ന് പറയുന്നത് 3.5 ലക്ഷം രൂപ, 3,50,000 രൂപ. ഇത്രയും വരുമാനമുള്ള ആൾ എത്ര ശതമാനം ടാക്സ് അടയ്ക്കണം? അപ്പോൾ ടാക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? 3,50,000-ൻ്റെ 5% കണ്ടുപിടിക്കുക. സോ ഈ 2 സീറോസ് കട്ട് ചെയ്താൽ പിന്നെ 3,500 ഇൻറ്റു 5, 35 ഇൻറ്റു 5, 5 5 25, ഇഷ്ടം 2, 1700, 17500, 17,500 രൂപയാണ് അയാൾ അടയ്ക്കേണ്ട ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഒരു വർഷത്തിൽ അടയ്ക്കേണ്ട രൂപയാണ്, ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട രൂപയാണ് 17,500 രൂപ. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ ബി പറയുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ ചോദ്യം, 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ഉള്ളവർ എങ്ങനെയാണ് ടാക്സ് അടയ്ക്കേണ്ടതെന്നറിയോ? ആദ്യത്തെ 5 ലക്ഷത്തിൻ്റെ 5%, ബാക്കിയുള്ളതിൻ്റെ 20%. അപ്പോൾ 7 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾ അടയ്ക്കേണ്ടത് എങ്ങനെയാണ്? നമ്മൾ 7 ലക്ഷത്തിന് നമുക്ക് 2 ആക്കാം. അതായത് 5 ലക്ഷം പ്ലസ് 2 ലക്ഷം എന്ന് ആദ്യം നമുക്കിതിനെ ഭാഗിക്കാം. അപ്പോൾ 5 ലക്ഷം വരെ ഉള്ളവർ, അല്ലെങ്കിൽ 5 ലക്ഷം വരെ ഉള്ളവർ 5 ലക്ഷത്തിൻ്റെ 5%. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 5 ലാഖിൻ്റെ 5% എടുക്കുക. 5 ലാഖിൻ്റെ 5% പ്ലസ് ബാക്കിയുള്ളത് എത്ര ശതമാനമായി? 20%. അപ്പോൾ എന്ത് ചെയ്യണം? 2 ലക്ഷത്തിൻ്റെ 20%. 2 ലക്ഷത്തിൻ്റെ 20% കണ്ടെത്തണം. എന്ത് ചെയ്യുക? അത് രണ്ടും കൂടെ കണ്ടെത്തി ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ എന്തായി? 0 കട്ടായിപ്പോയി. 5 25, 25,000 പ്ലസ് 2 ലക്ഷത്തിൻ്റെ 20%. അപ്പോൾ ഈ സീറോസ് രണ്ടും കട്ടായി. ബാക്കി വരുന്നത് 20,000. രണ്ടും കൂടെ ആഡ് ചെയ്താൽ 25,000, 20,000 ആഡ് ചെയ്താൽ 45,000 രൂപ. 45,000 രൂപയാണ് ഇത്രയും വരുമാനമുള്ള ഒരാൾ ഒരു വർഷം ഗവൺമെൻറ്റിലേക്ക് തിരികെ അടയ്ക്കേണ്ട നികുതി എന്ന് പറയുന്നത്. 45,000 ആണ്.